സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്ന് വൻ തുക പിഴ ഈടാക്കാനൊരുങ്ങി കോഴിക്കോട് NIT. ഹോസ്റ്റലിലെ സമയക്രമത്തിനെതിരെ സമരം ചെയ്ത 5 വിദ്യാർത്ഥികളിൽ നിന്ന് 33 ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്ന് നോട്ടീസ് പുറപ്പെടുവിച്ചു. സമരത്തിനിടെ മെയിൻ ഗേറ്റ് അടച്ചുപൂട്ടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് നൽകും കോഴിക്കോട് നിന്നതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ. സമീർ, സമരം ചെയ്യുക എന്നുള്ളത് അവകാശമാണ്. അപ്പോൾ സമരം ചെയ്തതിൽ എന്തിനാണ് ഇത്രമാത്രം വലിയൊരു പിഴ? എന്താണ് ഇതിൽ NIT നൽകുന്ന വിശദീകരണം? കൃത്യമായി നോട്ടീസിൽ കാരണം ബോധിപ്പിച്ചിട്ടുണ്ടോ? പ്രജിൻ, മാർച്ച് 22-നാണ് വിദ്യാർത്ഥികൾ അതിന്റെ പ്രധാന ഗേറ്റ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോയത്. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള ദൃശ്യങ്ങൾ, ഫോട്ടോഗ്രാഫ്സ് ഇതെല്ലാം തന്നെ പരിശോധിച്ചു എന്നും ആ പരിശോധനയിലാണ് 5 പേർക്കെതിരെ നടപടിയെടുക്കാൻ NIT അധികൃതർ തീരുമാനമെടുത്തത് എന്നും കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ഷോക്കൌട്ട് നോട്ടീസിൽ 5 പേർക്കെതിരെയാണ് നടപടി. ആ 5 പേരിൽ നിന്നായിക്കൊണ്ടാണ് 33 ലക്ഷത്തിൽ അധികം രൂപ പിഴ ഈടാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് രജിസ്ട്രാർ ഇപ്പോൾ 5 വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ വൈശാഖ് പ്രേംകുമാർ, അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ കൈലാഷ് നാഥ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഇർഷാദ് ഇബ്രാഹിം ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ മിസ്റ്റർ ആദർശ് ജെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതുപോലെ ബെൻ തോമസ്, ഈ കുട്ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇങ്ങനെ 5 വിദ്യാർത്ഥികൾക്ക് 6,61,155 രൂപ ഓരോരുത്തരും നൽകണം എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നൽകിയ ഈ നോട്ടീസിൽ ഒരാഴ്ചക്കകം മറുപടി നൽകണം, അല്ലാത്തപക്ഷം കടുത്ത നടപടി ഉണ്ടാകും എന്നും രജിസ്ട്രാർ നൽകിയിട്ടുള്ള ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. മാർച്ച് 22-ന് പ്രധാന ഗേറ്റ് തടഞ്ഞുകൊണ്ട് അധ്യാപകരെയും അനധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും ഒക്കെ തന്നെ തടഞ്ഞു നിൽക്കുകയും ഈ NIT-യുടെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള നഷ്ടമാണ് ഇത്തരത്തിലുള്ള തുക എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പിന്നീട് ഈ രാത്രി പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കർശന നിയന്ത്രണം കൊണ്ടുവരികയും ആ വിദ്യാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ നിയന്ത്രണം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. അതിലാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു തുക പിഴ ഈടാക്കുന്ന നടപടിയിലേക്ക് NIT കടന്നിരിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.